തിരുവനന്തപുരം SIT ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് യുവതി മരിച്ചെന്ന് പരാതി. കരിക്കകം സ്വദേശി ശിവപ്രിയയാണ് മരിച്ചത്. പ്രസവത്തിനെ തുടർന്ന് ആശുപത്രിയിൽ നിന്ന് അണുബാധയേറ്റ് മരിച്ചെന്നാണ് പരാതി. ശിവപ്രിയയുടെ കുഞ്ഞുമായി ആശുപത്രിക്ക് മുന്നിൽ കുടുംബം പ്രതിഷേധിക്കുകയാണ്. ഡെലിവറി അത് കഴിഞ്ഞ് എന്തോ പനി കണക്ക് വന്ന് അങ്ങനെ തിരിച്ച് അവിടെ തന്നെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അവർ പറഞ്ഞ് എന്തോ ഇൻഫെക്ഷനാണ്, പെട്ടെന്ന് ICUലോട്ട് മാറ്റം പറഞ്ഞു. അടുത്ത ദിവസമായപ്പോഴത്തേക്കും ICUലോട്ട് കൊണ്ടുപോയി പിന്നെ ചേച്ചിക്ക് ലങ്സിൽ എന്തോ ഇൻഫെക്ഷൻ കയറി എന്ന് പറഞ്ഞു. നീർക്കെട്ടുണ്ട്, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ബോഡിയിൽ ഓക്സിജൻ കുറഞ്ഞു വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞ് ഇമ്മീഡിയറ്റ്ലി വെന്റിലേറ്ററിലോട്ട് ഇടണമെന്ന് പറഞ്ഞു. ഒരു 9 ദിവസം അടുപ്പിച്ച് വെന്റിലേറ്ററിലായിരുന്നു. പിന്നെ മെനിങ്ങാന്നായപ്പോൾ ടെക്കോസ്മി ചെയ്ത് ഡോക്ടർ പറഞ്ഞ് ഇതല്ലെങ്കിൽ അകത്ത് ഇൻഫെക്ഷൻ ആകും, അതുകൊണ്ട് ട്രെക്കോസ്മി ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ട്രെക്കോസ്മി ചെയ്തു. ട്രെക്കോസ്മി ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ചേച്ചി കണ്ണു തുറക്കുമായിരുന്നു. ട്രെക്കോസ്മി ചെയ്തതിനു ശേഷം ചേച്ചി കോൺഷ്യസ് ആയിട്ടില്ല, കണ്ണു തുറന്നിട്ടുമില്ല, ഒന്നും മിണ്ടിയിട്ടുമില്ല. അതിനുശേഷം ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കും പറഞ്ഞു ഷീസ് പാസ്റ്റ്. ഈ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് അവരെന്തിനാണ് ഡിസ്ചാർജ് ചെയ്ത് വിട്ടതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ അത് നോക്കി അത് ചികിത്സിച്ചിട്ട് വിട്ടാൽ പോരെ, അല്ലാതെ ആ ഒരു ഇൻഫെക്ഷൻ ഇത്രയും വലുതാവില്ലല്ലോ. അതുമല്ല, ഈ ഒരു ബാക്ടീരിയ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ തന്നെ 4 ദിവസം എടുത്ത്. ഈ 4 ദിവസം കൊണ്ട് എൻ്റെ പേഷ്യൻ്റ് എവിടെയൊക്കെ പടരണോ അവിടെയൊക്കെ പടർന്നിട്ടുണ്ട്. ഇവിടെ ഇതൊക്കെയാണ് കുഴപ്പം. ഒരു റിപ്പോർട്ട് കിട്ടാൻ 4 ദിവസം, പിന്നെ വേറൊരു റിപ്പോർട്ടിന് എഴുതുന്നതിന് 35 ദിവസമാണ്. 35 ദിവസം അവൾ വെയിറ്റ് ചെയ്യുന്നില്ല, അതിനുമ്പോൾ തന്നെ അവൾ പോയി. ഇനി ആർക്ക് വേണം റിപ്പോർട്ട്? 22-ാം തീയതി പ്രസവം നടക്കണം. അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ മടങ്ങിപ്പോയി. അതിൻ്റെ പിറ്റേ ദിവസം ഇവിടുന്ന് പോയപ്പോഴേ ചെറിയ പനി ഉണ്ടായിരുന്നു. അത് പിന്നീടാണ് അവൾ പറഞ്ഞത്. അവർ കറക്റ്റാ നോക്കാതെ ഉള്ളൊന്നും പരിശോധിക്കാതെയാണ് വിട്ടതെന്ന് തോന്നുന്നത്. ഇത് വന്നിരിക്കുന്ന ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് അസിനറ്റോ ബാക്ടീരിയ എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ഉണ്ടായിരിക്കുന്നത്. അത് ഹോസ്പിറ്റൽ മുഖേന മാത്രം ഉണ്ടാകുന്ന ഒരു ബാക്ടീരിയയാണ്. നമ്മൾ 2-3 പ്രാവശ്യം ഇവിടെ ഡോക്ടർമാരോട് ചോദിച്ചപ്പോൾ അവർ അത് ഓന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഇന്നായപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇടത് സൈഡിൽ ഇടത് ലെൻസിൽ ക്ലോട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. 1 അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മരിച്ചത്. വേസ്റ്റുകൾ വൃത്തിയാക്കാതെ സ്റ്റിച്ചിട്ട് വെച്ചാൽ ആ ഫ്ലൂയിഡ് ഉണ്ടല്ലോ, ഫ്ലൂയിഡ് ഇരുന്നുകൊണ്ട് സ്റ്റിച്ച് പെട്ടുള്ള കാര്യങ്ങളുണ്ട്. നമുക്കിതിനെക്കുറിച്ച് ക്ലിയർ അറിയില്ലല്ലേ. നമ്മൾ അവരുടെ അടുത്ത് ചോദിച്ചാൽ അവർ ഇന്നൊരു കാര്യം പറഞ്ഞെങ്കിൽ നാളെ വേറെ ഏതെങ്കിലും പറയും. ഷിജോ കുര്യൻ ചേരുന്നുണ്ട്. ഷിജോ, വേണുവിന്റെ മരണത്തിന് ശേഷം വീണ്ടും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉണ്ടായിരിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്നാണ് കുടുംബം പറയുന്നത്? കുടുംബത്തിന്റെ പരാതി എന്താണ്? ഈ വിഷയത്തിൽ അത്ര ക്ലാരിറ്റിയോടെയാണ് അവർ സംസാരിക്കുന്നത്. എന്താണ് മനസ്സിലാക്കുന്നത് സംഭവത്തിൽ നിന്ന്? തിരുവനന്തപുരം SIT ആശുപത്രിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. കരിക്കകം സ്വദേശിയായിട്ടുള്ള ശിവപ്രിയയുടെ മരണം SIT ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലമാണ് എന്നുള്ള കാര്യമാണ് ശിവപ്രിയയുടെ ബന്ധുക്കൾ പറയുന്നത്. കഴിഞ്ഞ മാസം 22-ാം തീയതിയാണ് കരിക്കകം സ്വദേശിയായിട്ടുള്ള ശിവപ്രിയ തന്റെ 2ാമത്തെ കുഞ്ഞിന് SIT ആശുപത്രിയിൽ വെച്ച് ജന്മം നൽകുന്നത്. അങ്ങനെ ആ 22-ാം തീയതിക്ക് ശേഷം 3 ദിവസം ആശുപത്രിയിൽ തുടരുന്നു. 4-ാം ദിവസം കരിക്കകത്തെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലേക്ക് ചെല്ലുന്ന ദിവസം തന്നെ ശിവപ്രിയയ്ക്ക് ചെറിയ ചില പനി അടക്കമുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്ന കാര്യങ്ങൾ കുടുംബം പറയുന്നുണ്ട്. വീട്ടിൽ ചെന്നപ്പോൾ തന്നെ അത് കുറച്ച് ഗുരുതരമായതോടുകൂടി പിറ്റേ ദിവസം 1 ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും തിരികെ SIT ആശുപത്രിയിലേക്ക് വന്നു. SIT ആശുപത്രിയിൽ വന്നപ്പോൾ നില അല്പം ഗുരുതരമായതുകൊണ്ട് ICUവിൽ പ്രവേശിപ്പിക്കാനാണ് SIT ആശുപത്രി അധികൃതർ നിർദ്ദേശിച്ചത്. തൊട്ടു പിന്നാലെ അന്നത്തെ ചികിത്സ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോയി. പിന്നീട് മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിൽ വന്ന് അഡ്മിറ്റ് ആവുകയാണ് ചെയ്തത്. അവിടെ വെച്ച് തന്നെ ശിവപ്രിയയ്ക്ക് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയായിരുന്നു. അവിടെ വെച്ചാണ് ഈ അണുബാധ എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞത്. അണുബാധ അസിനറ്റോ ബാക്ടർ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ്. അങ്ങനെ ഒരു അണുബാധയാണ് ശിവപ്രിയയ്ക്ക് ഉണ്ടായത്. ഇത് സാധാരണ നിലയിൽ ആശുപത്രികളിൽ കാണപ്പെടുന്ന ഒരു ബാക്ടീരിയയാണ്. അപ്പോൾ ഇത് ആശുപത്രിയിൽ വെച്ച് തന്നെ ശിവപ്രിയയ്ക്ക് ഉണ്ടായതാണ്. ഇത് കണ്ടെത്തുന്നതിൽ SIT ആശുപത്രിക്ക് എന്ത് വീഴ്ചയാണ് ഉണ്ടായത്? ആശുപത്രി അധികൃതർ ഉണ്ടായിട്ട് മറച്ചു വെച്ചു, കൃത്യമായ ചികിത്സ നൽകിയിട്ടില്ല എന്നുള്ള ആരോപണമാണ് ശിവപ്രിയയുടെ കുടുംബം ഉന്നയിക്കുന്നത്. അപ്പോൾ ശിവപ്രിയയുടെ മരണത്തിന് കാരണം SIT ആശുപത്രിയിലെ ചികിത്സാ പിഴവാണ് എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് ശിവപ്രിയയുടെ ബന്ധുക്കളടക്കമുള്ള ആളുകൾ, കരിക്കകം വാർഡ് കൗൺസിലർ അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇവിടെ SIT ആശുപത്രിക്ക് മുമ്പിൽ 2 കൈക്കുഞ്ഞുങ്ങളുമായിട്ട് കുത്തിയിരുന്ന് ഈ കുടുംബം പ്രതിഷേധിക്കുകയാണ്. BJP നേതാവ് V മുരളീധരൻ അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് കൂടി വന്നിട്ടുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധം ഈ കുടുംബം ഈ ശിവപ്രിയയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർത്തുന്നുണ്ട്. കാരണം ആശുപത്രി അധികൃതർ ഇവിടെ വന്ന് കൃത്യമായിട്ടുള്ള മറുപടി ഇതിന് പറയണം എന്നുള്ളതാണ് ഈ ആശുപത്രി ഇതുവരെ പ്രതികരിച്ചിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് ഇവരെ ചികിത്സിച്ച ഡോക്ടേഴ്സോ ഇല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഇതിൽ പ്രതികരിച്ചിട്ടുണ്ടോ? ആരോഗ്യമന്ത്രി വിഷയം അറിഞ്ഞിട്ടുണ്ടോ? നിലവിൽ ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നോ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നോ ഈ ഒരു സമയം വരെ ഉണ്ടായിട്ടില്ല. അല്പസമയത്തിനകം SIT ആശുപത്രി സൂപ്രണ്ട് ഇതിനകത്ത് ഈ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ആശുപത്രിക്ക് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ആശുപത്രി അധികൃതർ നിലവിൽ അവരുടെ വാദം പറയുന്നത്. ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ചികിത്സകൾ നൽകി. ഇത് ഇവിടെ വെച്ച് പോയപ്പോൾ തന്നെ മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലാതെയാണ് പോയത്. തിരികെ 1 ദിവസത്തിന് ശേഷം മടങ്ങി വന്നപ്പോഴാണ് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത്. അതെന്തുകൊണ്ടാണ് എന്ന് കേസ് ഷീറ്റ് പഠിച്ചതിന് ശേഷം കൃത്യമായിട്ട് പറയാം
എന്നുള്ളൊരു മറുപടിയാണ് നമ്മൾ നേരത്തെ സൂപ്രണ്ടുമായി സംസാരിച്ചപ്പോൾ സൂപ്രണ്ട് അടക്കം പറഞ്ഞിരുന്നത്.